അനിയൻകുട്ടി മരുന്ന് വെച്ചേരാം. അച്ഛൻകുട്ടി, ഈ കൈകളിന് അപ്പോട്ടിന് നേരെ പൊക്കിയാ നീ എന്ത് ചെയ്യൂടാ? ഞാൻ ചന്ദ്ര, നിങ്ങൾ എന്തായി കാട്ടണേ? അച്ചു, എടാ വിടാൻ. അച്ചു, വിടാൻ. എന്തായി കാട്ടണേ? നീ എന്തിനാ ഇവന്റെ മേലെ മെക്കിട്ട് കയറണേ? ആരോടാ? ആ പാവത്തിനോടോ? എല്ലാം അറിയാവുന്ന എന്റെ അമ്മ ഇതിന് കൂട്ടുന്നല്ലേ? ആ പാവത്തിന് കരയിച്ചിട്ട് എന്ത് നേടി അമ്മ? എന്തെങ്കിലും ഒന്ന് കേട്ടാ പിന്നെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുക. അതെങ്ങനെയാ? തലയ്ക്കകത്ത് ചാണല്ലേ? എരുമച്ചാണം. അച്ഛൻ എന്തൊക്കെയാ പറയണേ? മായക്കുട്ടിക്ക് ഒരു ചീത്ത പറഞ്ഞാൽ ഞാനതിൽ ഇടപെടാൻ പാടുന്നുണ്ടോ? തീർന്നില്ല. ആ ഗോപി കൂടെ കിട്ടട്ടെ, അവനും കൊടുക്കുന്നുണ്ട് 2 എന്നാ ചെല്ല്, അവനെയും തല്ല, അവന്റെ തന്തയും തല്ല്. എന്നിട്ട് ഇനി അറിയാത്തവരും കൂടി അറിയട്ടെ ഉദയനൂരുടെ ഇളയ പെണ്ണുള്ളത് പഴിച്ച് വാരിയത്തിരിപ്പാണെന്ന്. ഒടുവിൽ പെണ്ണിനെ കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരുമ്പോ എന്റെ പൊന്നുമോന്റെ കൂടെ അങ്ങ് ഇറക്കി വിടും. കൊല്ലം കുറയായി ഞാനിവിടെ ഓരോന്ന് ഗുണിച്ചും ഹരിച്ചും കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഒക്കെ തെറ്റാനൊരു നിമിഷം മതി. തള്ളയില്ലാത്ത ചെക്കനെ നോക്കാൻ ജോലിയും കളഞ്ഞ് വാരൊരു വീട്ടിലിരുന്നപ്പോ എന്റെ ദേവുവിനെ ഇറക്കി വിട്ടത് എന്തിനാണ് നിന്റെ വിചാരം? പുണ്യം കിട്ടാനാ? അന്ന് തുടങ്ങിയതാ കണക്കൂട്ടല്. അങ്ങേരുടെ കാലം കഴിഞ്ഞ് അക്കണ്ട സ്വത്തുക്കളൊക്കെ എന്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടിയാ. നാളൊരു കാലത്ത് മാളും അങ്ങോട്ടും മായക്കുട്ടി ഇങ്ങോട്ടും വരേണ്ടതാ. ഒരിക്കലും ഇവൻ കാരണം ഭാര്യക്കൊരു നീരസുണ്ടായി. വീണ്ടും എന്തെങ്കിലും അനിഷ്ടം തോന്നി ചിറ്റേടവുമായുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചാ പിന്നെതാ കോട്ടുമായിട്ടോണ്ടിരുന്നാ മതി. നിങ്ങളൊന്ന് വാരത്തേക്ക് ചെല്ല്. മായക്കുട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായതിന്റെ വിഷമത്തില് ഇവൻ ചെയ്തു പോയതാണെന്ന് പറഞ്ഞങ്ങ് സമാധാനിപ്പിക്ക്. വേണ്ട, എല്ലാം തണുക്കട്ടെ.
നമസ്കാരം. അല്ല, ആരായത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ രാവണി മാഷക്ക്? പിന്നില്ലാണ്ടിരിക്കുവോ? കൂളശ്ശേരിയിൽ ഒരു വിവാഹത്തിന് കൂടാൻ വന്നതാ. ഓഹോ. കൂട്ടത്തിൽ ഒന്ന് മാഷ കണ്ട കാര്യം ഉണ്ടായിരുന്നു. വരെ വരെ വരെ. രാവുണ്ണി മാസ്റ്റർ മട്ടന്നൂർ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. ഇപ്പൊ കൊല്ലം കുറേ ആയി ഇല്ലേ മാഷേ? അതെ. ഇത് എന്റെ അളിയൻ ശങ്കരവാര്യര്. ആ, ഇത് ഡോക്ടർ MK വാര്യർ, ഓ, യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗ മേധാവിയാ. പുണ്യം വാര്യത്തുനിന്നാ കെട്ടിയിരിക്കണേ. പൊന്നം വാര്യത്ത് വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ ഉണ്ടായിരുന്നല്ലോ, പേര്? കുട്ടികൃഷ്ണ വാര്യർ. ഭാര്യയുടെ മൂത്ത ഏട്ടനാ. ഇപ്പൊ ഇല്ല, മരിച്ചു. ആ, അപ്പോ വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്ക് ഒരു ഡോക്ടറെ തന്നെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇടയില് അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അന്വേഷിച്ചു വന്നപ്പോ ഉദിയന്നൂർ വാര്യത്ത് മെഡിസിൻ പാസ്സായ ഒരു ചെക്കനുണ്ടെന്ന് കേട്ടു. അത് മാഷയുടെ മകൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ. അതാ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അവന്റെ വിവാഹകാര്യം ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. ധൃതി വേണ്ട, മകളുടെ പഠിത്തം കഴിയുമ്പോ മതി. അതിനിടയ്ക്ക് ഒരു നിശ്ചയം, അത്രേ വേണ്ടൂ. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവനിപ്പോ അമേരിക്കക്ക് പോവുക പഠിക്കാൻ. ഓഹോ, പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് സാവകാശമായിട്ട് തീരുമാനിക്കാം. മതി, അത് മതി. നേരം കുറേ ആയല്ലോ, എന്താ നീ തപ്പിപ്പെറുക്കണേ? കനകക്കട്ടി. മാളുവിന്റെ ജാതകം ഞാൻ ഇതിനകത്താണല്ലോ വെച്ചിരുന്നത്, അതിവിടെ കാണാനില്ലല്ലോ. എന്തിനാ ഇപ്പോ? മോളെ കെട്ടിച്ചയക്കാൻ പോവാ? പിന്നല്ലാണ്ട് മനക്കണക്കും കൂട്ടി ജപിച്ചോണ്ട് ഇവിടെ ഇരുന്നാലേ ചെക്കൻ ആണുങ്ങൾ വന്ന് കൊണ്ടുപോകും. ഉദയനൂര് ആൾക്കാർ വന്നു തുടങ്ങി, അതും പണവും പ്രതാപമുള്ളവര്. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. കുടുംബസമേതം കല്യാണത്തിന് പോവുക, ഉരുട്ടി പിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുക. എന്താച്ചാ? എടാ, ചന്ദ്രശേഖരന് ആലോചനകൾ വന്നു തുടങ്ങി വാര്യത്ത്. ഇത് നമ്മൾ ഉണ്ടാതിരുന്ന അപകട. പോരാത്തതിന് അന്യനാട്ടിലേക്കാവും പോണേ. വല്ല കുരുക്കിലും ചെന്ന് വെട്ടാലേ ഇതാ കോട്ടുവായിട്ടോണ്ടിരുന്നാ മതി. അങ്ങനെ വെച്ചാ കല്യാണം അവിടെ നടത്തണം. നീ പറഞ്ഞതാ അതിന്റെ ശരി. അവൻ പോണേന് മുമ്പ് വാരരോട് നയത്തി പറഞ്ഞ് ഒരു ഉറപ്പിക്കലെങ്കിലും നടത്തണം. ഞാൻ ജാതകം ഒന്ന് നോക്കിച്ചിട്ട് വരാം. നീ പോയി ദേവയോട് പറഞ്ഞ് ചന്ദ്രന്റെ തലക്കുറി ഒന്ന് വാങ്ങിക്ക്. ശുഭലക്ഷണ. അഷ്ടമത്തിൽ ചൊവ്വ, മംഗല്യസ്ഥാനത്ത് ഗുളിയനും. ഇതാണ് ഗ്രഹങ്ങളുടെ കിടപ്പ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താ പറയാ? എന്താ തിരുമേനി? മംഗല്യദോഷമുണ്ട്. ഈ ജാതകം ഗണിച്ചതും എഴുതിയതും ഒക്കെ തിരുമേനി തന്നെയല്ലേ? എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മംഗല്യദോഷമുള്ളത് ഗണിച്ചപ്പോഴേ കണ്ടു. വാര്യരെ അപ്പോഴേ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ആ സത്യം മറച്ചത്. എന്നെങ്കിലും കല്യാണക്കാര്യത്തിലേക്ക് കടക്കുമ്പോ അറിയത്തേന്ന് കരുതി. എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ആ കണ്ടോ, ഈ മനോവിഷമം 20 കൊല്ലക്കാലം കൊണ്ടു നടക്കണമായിരുന്നെന്നാണോ വാര്യര് പറയണത്? ഞാൻ സൽബുദ്ധിക്ക് ചെയ്തതാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയും കാണില്ല. വൈധവ്യം നിശ്ചയ. ഗ്രഹങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ? വിവാഹത്തിന്റെ പക്ക നാളോളമേ ആ ദാമ്പത്യം നിലനിൽക്കൂ. പിന്നൊരു പുനർവിവാഹം